കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവയർനെസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. അവയർനെസ് മാർക്കറ്റിംഗ് കസ്റ്റമറിന് അനിവാര്യമാണ്. അത് പല രീതിയിലാവാം. അവർക്ക് ആവശ്യമുള്ളതിനെ ബോധ്യപ്പെടുത്തലാവാം. അവരന്വേഷിച്ചു നടക്കുന്നതിന് നൽകലാവാം. അവർക്ക് ആവശ്യമില്ലാത്തതിന് ആവശ്യമുണ്ട് എന്ന് ബോധിപ്പിക്കലാവാം. ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രസ്റ്റീജിയസ് ആണ് എന്ന് ബോധ്യം നൽകുന്നതാവാം. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഭാവിയിൽ വന്നേക്കാവുന്ന പ്രതിസന്ധികളുടെ പരിഹാരമാണ് എന്ന് ബോധ്യപ്പെടുത്തലാവാം. ഇതൊക്കെ സെയിൽസിന്റെ വ്യത്യസ്തമായ തരങ്ങളാണ് എങ്കിൽ നമ്മൾ നൽകുന്നത് പല മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അവർ അന്വേഷിച്ചു നടക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതേസമയം അവരുടെ ആവശ്യത്തിന്റെ പൂർത്തീകരണമാണ്. അതിലേറെ അവരുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അതോടൊപ്പം അവരുടെ ആശങ്കയുടെ ഭയത്തിന്റെ പരിഹാരം കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്ന് സംസാരിക്കുന്നത് +1 +2 കുറിച്ചാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് 10th സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സിലേക്ക് ഒരു കുഞ്ഞ് എത്തുമ്പോഴേക്ക് 10th മികച്ച റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ ഇവർക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന ആശങ്കയും ഭയവും അതിനുള്ള സൊല്യൂഷനാണ് സാൻവോസിറ്റി എഡ്യു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് മികച്ച മാർക്ക് വാങ്ങി കുഞ്ഞിന് ഏറ്റവും മികച്ച ടോപ്പ് ഗ്രേഡ് ലഭ്യമാവുക എന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ അക്കാദമിക മെറിറ്റ് നിലനിർത്തുന്നതിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. അവരനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ പരിഹാരം കൂടിയാണ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്. ഓരോ പ്രോഡക്റ്റും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് എങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാ രീതിയിലും അവർക്ക് വെർത്താണ്. കാരണം മക്കളുടെ റിസൾട്ട് രക്ഷിതാക്കളുടെ അഭിമാനമാണ്. മക്കളുടെ മികച്ച മാർക്ക് അവരുടെ ഭയത്തിനുള്ള പരിഹാരമാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെടുന്ന അന്വേഷിച്ചു നടക്കുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അവയർനെസ് മാർക്കറ്റിംഗ് നമ്മൾ നൽകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായ അവെയർ ആവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് +1 +2 കുറിച്ചാണ്. +1 +2 ആദ്യം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബാക്ക്-എൻഡ് ധാരണകളെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. +1 +2 NCERT-ക്കും SCERT-ക്കും ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. എന്നാൽ 2020 വരെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നടത്തിയിരുന്ന എൻട്രൻസ് എക്സാമിനേഷനും സെൻട്രൽ ഗവൺമെന്റ് നടത്തിയിരുന്ന എൻട്രൻസ് എക്സാമിനേഷനും 2 ക്രൈറ്റീരിയ ആയിരുന്നു. ഒരു വിദ്യാർത്ഥിക്ക് സ്റ്റേറ്റിന്റെ എൻട്രൻസും എഴുതണം, സെൻട്രലിന്റെ എൻട്രൻസും എഴുതണം. കഴിഞ്ഞ കമ്പനിയിൽ വെച്ച് നടന്ന ഓഫ്ലൈൻ ഇവന്റിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ എൻട്രൻസ് എഴുതി മെഡിക്കൽ എൻട്രൻസ് ആണ്, കീമാണ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ കുഞ്ഞിന് ഒരുപക്ഷെ മികച്ച റാങ്ക് ഉണ്ട്. ആ വിദ്യാർത്ഥി തന്നെ നാഷണലിന്റെ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എഴുതിയാൽ അവൻ അത്ര റാങ്കിങ് വരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നാഷണലിന്റെ നീറ്റ് മെഡിക്കൽ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മികച്ച റാങ്ക് ലഭിച്ചിട്ടും സ്റ്റേറ്റിൽ അവർ എഴുതിയെങ്കിൽ അവർക്ക് റാങ്ക് ലഭ്യമാകുന്നില്ല. അതിന്റെ കാരണം രണ്ടും 2 പാറ്റേണിലും 2 മോഡിലുമായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പുതിയ സിസ്റ്റം അനുസരിച്ച് ഒറ്റ എൻട്രൻസ് ആവുകയും ഒറ്റ ലിസ്റ്റ് ആക്കുകയും ചെയ്ത ഒരു മെത്തേഡ് പുതുതായി ഇംപ്ലിമെന്റ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ്. ഞാനത് പറയുന്നത്, സ്റ്റേറ്റ് ബോർഡിൽ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിലും അതർ സ്റ്റേറ്റ് ബോർഡിൽ എഴുതുന്ന വിദ്യാർത്ഥിയാണ് എങ്കിലും നാഷണൽ ലെവലിൽ എഴുതുന്ന വിദ്യാർത്ഥിയാണ് എങ്കിലും അവരുടെ പാഠപുസ്തകങ്ങൾക്ക് മാറ്റമുണ്ട് എന്നതല്ലാതെ കണ്ടന്റിന് കാര്യമായ വ്യത്യാസമില്ല. മാക്സിമം ഒരു 5% വരെയുള്ള ചേഞ്ചുകൾ ഉണ്ടായേക്കാം. ആ ചേഞ്ച് തന്നെ +1 ചില പോർഷൻസ് CBSE സ്റ്റേറ്റ് ബോർഡിൽ അത് +2 ടെക്സ്റ്റ് ബുക്കിലായേക്കാം. അതിലപ്പുറം സിലബസിന്റെ കണ്ടന്റ് എല്ലാം സെയിം ആണ്. ക്ലിയർ ആണല്ലോ? സിലബസിന്റെ കണ്ടന്റ് എല്ലാ അർത്ഥത്തിലും ഒരുപോലെയാണ് നിൽക്കുന്നത്. കാരണം
അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റിക്വയർമെന്റ് കൂടിയായിരുന്നു. എല്ലാ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അപ്പിയർ ചെയ്യാൻ പറ്റണം നീറ്റ് എക്സാം. അതുപോലെ JEE. അതിനെ അവർ പഠിക്കുന്ന സിലബസ് ഏത് സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പഠിച്ചാലും അവർക്ക് ഒരുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ കഴിയണം എന്നതുകൊണ്ട് ഒരേ പാറ്റേണിലും ഒരേ കണ്ടന്റിലും ഒരേ സിലബസിലും കരിക്കുലത്തെ ഏകീകരിച്ചു എന്നതാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്. അതെന്തിനാ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്? നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ളത് +1 +2വിന്റെ SCERTയുടെ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത ഓർഡറിലാണ് ഉള്ളത്. അപ്പൊ +1ന്റെ ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കാണുന്നത് ഫിസിക്സ് ആണ്. ആ ഫിസിക്സിന് അവിടെ 12 ചാപ്റ്റർ കാണിച്ചിട്ടുണ്ട്. ആ 12 ചാപ്റ്റർ SCERTയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ആണ്. CBSEയുടെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ഇതേ കണ്ടന്റ് തന്നെയാണ്, ചിലപ്പോ 8 ചാപ്റ്ററേ ഉണ്ടായിരിക്കൂ. ക്ലിയർ? ചാപ്റ്ററിന്റെ ഡിവൈഡിങ്ങും അതിന്റെ മൊഡ്യൂളിന്റെ മെത്തേഡിലുമുള്ള വ്യത്യാസം എന്നതൊഴിച്ചാൽ ഒരേ കണ്ടന്റിലാണ് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലെയും സിലബസ് ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്കും മീൻസ് മലയാളം ലാംഗ്വേജിലാണ് ഇതുള്ളത് എന്നതുകൊണ്ട് തന്നെ CBSEയിലെ വിദ്യാർത്ഥികൾക്കും നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് നൽകാനും കഴിയുന്നതാണ്. നമ്മൾ അത്തരം നമ്മുടെ ചെയർമാന്റെ ആവശ്യപ്രകാരം അത്തരം ഒരു ബാക്ക് എൻഡ് വർക്ക് കൂടി നമ്മൾ നടത്തി നോക്കുന്നുണ്ട്. എങ്ങനെയാണ് CBSEയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തത്, ആ ഡിവൈഡ് ചെയ്ത ഓർഡറിൽ CBSEക്ക് വേണ്ടി +1 +2 മറ്റൊരു മൊഡ്യൂൾ ആക്കി ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നത് കൂടി നമ്മുടെ ശ്രമം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നറിയില്ല. അതിന്റെ ബാക്ക് എൻഡ് പഠനം നടക്കുന്നേ ഉള്ളൂ. എനിവേ, +1 +2 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള SCERTയുടെ സിലബസ് പ്രകാരമുള്ള +1 +2 ആണ് നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. +1 +2വിൽ 48 കോമ്പിനേഷനിൽ നിലവിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഓപ്ഷൻസ് ഉണ്ട്. ഐ റിപ്പീറ്റ്, ഇത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല, നമുക്കുണ്ടാവേണ്ട സെൽഫ് അവയർനെസ് ആണ്. +1 +2വിൽ 48 കോമ്പിനേഷനിൽ നിലവിൽ +1 +2 കോമ്പിനേഷൻ അവൈലബിൾ ആണ്. അതിൽ ഒന്ന് മാത്രമാണ് പ്യുവർ ബയോളജി സയൻസ് എന്ന് പറയുന്നത്. സയൻസിൽ തന്നെ 8 സ്ട്രീമുകൾ അവൈലബിൾ ആണ്. കൊമേഴ്സിൽ 16 സ്ട്രീമുകൾ അവൈലബിൾ ആണ്. ബാക്കിയുള്ള സ്ട്രീമുകൾ ഹ്യൂമാനിറ്റീസിലാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആണ്. ആ സയൻസിൽ നമ്മുടെ കോമൺ സ്ട്രീം എന്ന് പറയുന്നത് സയൻസിൽ ഏറ്റവും പ്രീമിയം റിക്വയർമെന്റ് ഉള്ള സ്കീം എന്നത് അത് പ്യുവർ ബയോളജി സയൻസ് ആണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ +2 കഴിയുമ്പോഴാണ് എന്റെ ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കൽ ആണോ അതല്ലാത്ത മറ്റു ഓപ്ഷൻസ് ആണോ എന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ മെജോറിറ്റിയും ഫോക്കസ് ചെയ്യുന്നത് മാത്സും ബയോളജിയും ഉള്ളതാണ്. ഇനി ഒരു വിദ്യാർത്ഥി 10th എത്തുമ്പോൾ തന്നെ തീരുമാനിക്കണം എന്റെ മേഖല എഞ്ചിനീയറിംഗ് ആണ്, IIT ആണ് എന്ന് തീരുമാനിച്ചാൽ അവൻ സ്വാഭാവികമായും ബയോളജി ഇല്ലാത്ത സയൻസിലേക്കാണ് പോകുന്നത്. ബയോളജിക്ക് പകരം മറ്റു ഓപ്ഷൻസ് ഉള്ള സയൻസ്, കമ്പ്യൂട്ടർ ആവാം, ജേർണലിസം ആവാം, സൈക്കോളജി ആവാം, ജിയോളജി ആവാം, പല ഓപ്ഷൻസും പല കോമ്പിനേഷനിലും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തേടി പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്യുന്നതും കേരളത്തിൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഉള്ളതും പ്യുവർ ബയോളജി സയൻസ് ആണ്. എന്താണ് പ്യുവർ ബയോളജി സയൻസ്? ഹയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റിന്റെ 10th 10 പേപ്പർ ആയിരുന്നുവെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ വരുന്നത് 6 പേപ്പറുകളാണ്. നമ്മളുടെ ഓപ്ഷൻസിലുള്ള സയൻസിലുള്ള 6 പേപ്പർ. ഫസ്റ്റ് 1 ഇംഗ്ലീഷ്, അത് കോമൺ പേപ്പറാണ്, ലാംഗ്വേജ് പേപ്പറാണ്. അത് തന്നെയാണ് 48 കോമ്പിനേഷനിലും വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ പേപ്പറാണ്. ഫസ്റ്റ് 1 ഇംഗ്ലീഷ്, സെക്കൻഡ് 1 സെക്കൻഡ് ലാംഗ്വേജ്. അത് 5, 6 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അറബി, മലയാളം, ഹിന്ദി തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ്, കന്നഡ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ സെക്കൻഡ് ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. യെസ്, അത് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓപ്ഷൻ ആണ് എന്നത് കൊണ്ട് തന്നെ.
6 സബ്ജക്റ്റ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഇംഗ്ലീഷ്, രണ്ടാമത്തേത് സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെ 4 സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകളായിട്ട് പരിഗണിക്കുന്നു. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസിന്റെ കോമൺ സബ്ജക്റ്റുകൾ, ദെൻ മാത്സ്. ഐ റിപ്പീറ്റ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അപ്പം ഇതിനകത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മൊഡ്യൂളിൽ ഉണ്ടാവേണ്ടത് 5 ടോപ്പിക്കാണ്. പക്ഷെ നമ്മുടെ മൊഡ്യൂളിൽ 6 ടോപ്പിക്ക് കാണാം. അതെന്താണ്? ബയോളജി ഒരു പേപ്പറാണ്, ഒറ്റ എക്സാം ആണ് എങ്കിലും 2 പാർട്ടാണ്, 2 അധ്യാപകരാണ്, 2 സബ്ജക്റ്റ് ആണ്. അതാണ് ബോട്ടണിയും സുവോളജിയും. അതുകൊണ്ട് നമ്മളത് രണ്ടും 2 പോർഷൻ ആയിട്ടാണ്, 2 അധ്യാപകരുടെ പ്രോഗ്രാം പ്രൊഡക്റ്റ് ആയിട്ടാണ് അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻസ് ഇല്ല എങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൽ 6 സബ്ജക്റ്റ് കാണാം. പ്ലസ് ടുവിന്റെ മൊത്തം പേപ്പർ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയണ്ട. സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, 5 പേപ്പറേ ഉള്ളൂ. പക്ഷെ ഇവിടെ 6 പേപ്പർ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഏതാണ് 6 പേപ്പർ? ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്. PCBM എന്നാണ് സാധാരണ അതിനെ സയൻസ് കോമ്പിനേഷനിൽ വിളിക്കാറുള്ളത്. PCBM, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. PCBM കോമ്പിനേഷൻ ആണ് ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും റിക്വയർമെന്റ് ആയിട്ടുള്ളതും ഡിമാൻഡ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതും അഡ്മിഷന് ഏറ്റവും ടൈറ്റ് ഉള്ളതുമായ 48 കോമ്പിനേഷനിലെ നമ്പർ 1 എന്നുള്ളത് PCBM കോമ്പിനേഷൻ ആണ്. PCBM എന്ന് പറയും, PCMB എന്ന് പറയും. എനിവേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇനി എന്താണ് ഇന്നലെ നമ്മൾ സംസാരിച്ചു, മിനിയാന്ന് സംസാരിച്ചു, എന്താണ് നമ്മൾ കസ്റ്റമറോട് പറയേണ്ടത്? ഒന്നാമത് ഇന്നലെ സംസാരിച്ചതിൽ എനിക്ക് വീണ്ടും വരുന്നു. എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം? ഓൾറെഡി സ്കൂളിംഗ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്, വിത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തുകൊണ്ടാ? സ്കൂളിംഗ് ആൻഡ് ട്യൂഷൻ സിസ്റ്റത്തിന്റെ പ്രിഫറബിൾ സമയമാണ്. എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ കുട്ടികളുടെ പ്രിഫറബിൾ ടൈമാണ്. ഇതാണ് ഏതൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കസ്റ്റമറോട് സംസാരിക്കേണ്ടത്. എന്തിനാണ് അത്തരം ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ? അത് അവരുടെ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയുള്ള സമയത്തായിക്കൊള്ളണമെന്നില്ല ക്ലാസ് കേട്ടത്. രണ്ടാമത്തേത്, ഒരിക്കൽ കേട്ട കാര്യം എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്ററും അവർക്ക് ഒരുപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല. മൂന്നാമത്തേത്, അവർക്ക് സിലബസ് പ്രകാരം ഈസി, മിഡിൽ ലെവൽ ആൻഡ് ടഫ്, ഈ 3 കാറ്റഗറി ഉള്ളത്. എല്ലാത്തിനും ഒരൊറ്റ ക്ലാസ് ആണ് ലഭിക്കുന്നത്. അത് പലതും അവർക്ക് റിപ്പീറ്റേഷനും റിവിഷനും ആവശ്യമുള്ളതാണ്. അത് ലഭ്യമാവണമെങ്കിൽ പ്ലാറ്റ്ഫോം മാത്രമേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. നാലാമത്തേത്, ഒരു കുഞ്ഞ് ലീവാകുന്നത്, അസുഖമാകുന്നത്, പോയിട്ടും ഫിസിക്കൽ പ്രസന്റിൽ മാത്രമുണ്ട്, മെന്റൽ പ്രസന്റ് ഇല്ലാത്തത്. ഇതിനൊക്കെ അവരുടെ മുമ്പിലുള്ള സൊല്യൂഷൻ ഈ ആപ്ലിക്കേഷൻ മാത്രമാണ്. യെസ്. അപ്പൊ എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം എന്നതായി, എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ ആപ്പ് എന്നതായി. മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ യുണീക്കായ ഭാഗം. ഓക്കെ, ഇത് ശരി, ആപ്ലിക്കേഷൻ നിർബന്ധമാണ്. ആ ആപ്ലിക്കേഷൻ നിർബന്ധമാവാനുള്ള കാരണങ്ങൾ ഇത് 4ഉമാണ്. അതും ഓക്കെ. എന്തിന് ഞങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം എന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനമായ ചോദ്യം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയ പ്രോഗ്രാമും ഫാക്കൽറ്റിയും ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിസ്സംശയം പറയാൻ കഴിയുന്നത് +1 +2 എന്ന് തന്നെയാണ്. കാരണം എൻട്രൻസ് മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റികളാണ് ഇതിലെ മുഴുവൻ ഫാക്കൽറ്റീസും. എക്സ്പെക്ട് ഇംഗ്ലീഷ്. ഒന്നാമത്തെ കാര്യം അതാണ്. 15 വർഷം ഈ രംഗത്ത് എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസുകളാണ് ഇതിനകത്തെ മുഴുവൻ കോഴ്സുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത്, ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനും ഇത്ര ഡീറ്റെയിൽഡ് ആയ രീതിയിൽ ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ധൈര്യമായി മറ്റൊരാളോട് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അത് തന്നെയാണ്.
കാരണം +1 മാത്രം 516 വീഡിയോസും +2 530 വീഡിയോസും നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് അവൈലബിൾ ആണ്. +1 മാത്രം 516 വീഡിയോസ്, അതിൽ ഫിസിക്സിൽ 77 വീഡിയോസ്, മാത്സിൽ 149 വീഡിയോസ്, ബോട്ടണിയിൽ 60 വീഡിയോസ്, കെമിസ്ട്രിയിൽ 123 വീഡിയോസ്, സുവോളജിയിൽ 46 വീഡിയോസ്. പിന്നെ ഏതാ ബാക്കിയുള്ളത്? ഇംഗ്ലീഷിൽ 60 വീഡിയോസ്. ടോട്ടൽ 516 വീഡിയോസ് +1 530 വീഡിയോസ് +2 നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒന്നാമത്തെ ഇതിന്റെ USP പറഞ്ഞു. ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഫാക്കൽറ്റീസ് ആണ് ഇതിനകത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ 15 years above എൻട്രൻസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് പാലാ ബ്രില്യൻസ് ആണ്. ആ പാലാ ബ്രില്യൻസിലെ ഫാക്കൽറ്റി ആയിരുന്നു കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും അധ്യാപകൻ. മലബാറിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയ സെന്റർ എന്ന് പറയുന്നത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. മഞ്ചേരി, കോഴിക്കോട് ഒക്കെയുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഭാഗങ്ങളിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ. അതുപോലെ യൂണിവേഴ്സൽ, ഇതിലെ അധ്യാപകരാണ് ഫിസിക്സും സുവോളജിയും ബോട്ടണിയും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ. അത് ഏറ്റവും ഭംഗിയായി, അതില് 3 ക്രൈറ്റീരിയയാണ് നമ്മൾ ആ സമയത്ത് നോക്കിയത്. ഈ ഫാക്കൽറ്റികൾ മുഴുവൻ ഗവൺമെന്റ് സെക്ടറിലുള്ളവരായിരിക്കണം. ഏതെങ്കിലും ട്യൂഷൻ സെന്റർ ക്ലാസ് എടുക്കുന്നവരോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഫാഷൻ ടീച്ചിങ് ആയതുകൊണ്ട് വന്ന് അവരാണ് മെജോറിറ്റി എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലും എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിലും ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റികൾ നോക്കൂ, അവർ ടീച്ചിങ് ക്വാളിഫൈഡ് അല്ല. വലിയൊരു വിഭാഗം ആളുകൾ അവർ എഞ്ചിനീയേഴ്സ് ആണ്. ബിടെക് കഴിഞ്ഞു എന്നതിനപ്പുറം ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല. എന്നാൽ ഇതിനകത്തുള്ള മുഴുവൻ ഫാക്കൽറ്റീസും ഗവൺമെന്റ് ഓർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ്. ഇപ്പോഴും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ അട്രാക്ഷൻ. മൂന്നാമത്തേത്, അതിനകത്ത് പലരും സ്വന്തമായ എൻട്രൻസ് ഓറിയന്റഡ് പ്രോജക്റ്റുകളുള്ള അസോസിയേറ്റ്സ് ഉള്ള സ്കൂളുകളിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയ ഗവൺമെന്റ് തലത്തിൽ SCERTയുടെ അണ്ടറിൽ വരുന്ന ട്രെയിനിങ്ങുകൾ ടീച്ചേഴ്സ് ഫാക്കൽറ്റി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രതിഭകളാണ് ഇതിനകത്തെ ഫാക്കൽറ്റീസ്. അത് നിങ്ങൾ അവരുടെ ഓരോ സബ്ജക്റ്റിന്റെ കണ്ടന്റും വെർത്തും അറിയുന്നവർക്ക് അതിനകത്ത് ഓരോ വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും അവരെത്രത്തോളം ഡെപ്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമുക്ക് അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ട് പറയാൻ പറ്റുന്നത് അവരെല്ലാവരും നിലവിൽ ഇപ്പോഴും ഗവൺമെന്റ് സ്ട്രീമിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണ് എന്നത് തന്നെയാണ്. ഒരാൾ ഗവൺമെന്റ് സ്ട്രീമില് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സും കെമിസ്ട്രിയിലും ഒക്കെ അധ്യാപകരായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെ മാനദണ്ഡത്തിലൂടെ കടന്നു പോകണമെന്ന് നമുക്കറിയാം. ഒന്ന്, കൺസേൺ സബ്ജക്റ്റിൽ ഡിഗ്രി, കൺസേൺ സബ്ജക്റ്റിൽ PG, കൺസേൺ സബ്ജക്റ്റിൽ BEd, കൺസേൺ സബ്ജക്റ്റിൽ നെറ്റ് ഓർ സെറ്റ്. ഇത് അതിന്റെ മിനിമം എലിജിബിലിറ്റി ആണ്. ഈ എലിജിബിലിറ്റി ഉള്ളവർ PSC പരീക്ഷ എഴുതിയിട്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ്. സ്കൂളുകൾ ഹൈസ്കൂൾ വരെയാണെങ്കിൽ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലാണ്. സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒറ്റ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി അതിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലഭിച്ച ആളുകളാണ് ഈ ഫാക്കൽറ്റീസ്. അവരുടെ റെപ്യൂട്ടേഷനും അവരുടെ കണ്ടന്റ് നോളജും അവരുടെ വെർത്തും എത്രമാത്രം ഡെപ്ത് ഉള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതുതന്നെയാണ് അവരെ കുറിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ വിഷയം. ഒരു മേഖലയിലെ എക്സ്പേർട്ടുകളായ ആളുകൾ. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിലെയും ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നമുക്ക് അതിന്റെ എൻട്രൻസ് മൊഡ്യൂൾ കാണാൻ പറ്റും. +1 +2 എടുക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്ന പ്രത്യേകതകൾ എന്താ? ഒന്നാമത്തേത് സബ്ജക്റ്റ് വീഡിയോസ്. അതാണ് അതിലെ ഒന്നാമത്തെ അവരുടെ പ്രോഡക്റ്റ്.
സബ്ജക്റ്റ് വീഡിയോസ്. രണ്ടാമത്തേത് ഓരോ ചാപ്റ്ററിലും കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ്, അതിന്റെ വർക്കൗട്ട് ഓരോ ചാപ്റ്ററിന്റെയും എൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഐ റിപ്പീറ്റ്, ക്ലാസ് വീഡിയോസ്, ചാപ്റ്റർ ബേസ് ഉള്ള വീഡിയോസ്. 2, ഓരോ ചാപ്റ്ററിലും കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വന്ന എൻട്രൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ പാഠത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യമാണ് വന്നത്, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടിക്കൽ വർക്കൗട്ട് അവിടെ നടക്കുന്നു. മൂന്നാമത്തേത് എക്സാം ഓറിയന്റഡ് ആയ കൺസോൾട്ടേഷൻ ക്ലാസ്സുകൾ ആ ഫാക്കൽറ്റിയുടെ നേരത്തെ നടന്നതുണ്ട്. ആ ക്ലാസ്സുകൾ ആ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. 1 അവർ 1.25 മണിക്കൂറൊക്കെയുള്ള ക്ലാസ്സുകൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണാം. എക്സാം ഓറിയന്റഡ് ആയ കൺസോൾട്ടേഷൻ പ്രോഗ്രാമുകൾ അവർക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. നാലാമത്തേത് ഈ മുഴുവൻ ചാപ്റ്ററുകളുടെയും മെറ്റീരിയലുകൾ എന്താണ്. ഓരോ ലെസണിലും നമ്മൾ അതിന്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം. ഹൈ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, ഡയറക്റ്റ് പ്രസന്റേഷൻ നടത്തി ആനിമേറ്റഡ് ആയ വീഡിയോ. ഇപ്പൊ ബോട്ടണിയിലൊക്കെ ഓരോ ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്റർ എത്ര, ഇപ്പൊ ഒരു ബട്ടർഫ്ലൈയെ കുറിച്ച് സംസാരിക്കുന്നിടത്ത്, ഒരു ഫ്ലവറിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത്, അങ്ങനെയാണ് ഓരോ മേഖലകൾ എത്ര മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയും ആനിമേറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത ഏറ്റവും മനോഹരമായ സിസ്റ്റത്തിലാണ് ആ പ്ലാറ്റ്ഫോം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മുഴുവൻ സബ്ജക്റ്റുകളുടെയും മുഴുവൻ ചാപ്റ്ററുകളും എന്താണോ ഫാക്കൽറ്റീസ് എടുക്കുന്ന കണ്ടന്റ്, അതിന്റെ ഫുൾ മെറ്റീരിയൽസ് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിന്റെ ക്ലാസ് നോട്ട് എഴുതേണ്ടതില്ലാത്ത വിധം ഈ മെറ്റീരിയൽസ് ഒരാൾക്ക് വായിച്ചാൽ ഒരു വർഷം എടുക്കുന്ന മുഴുവൻ സബ്ജക്റ്റുകളുടെയും മെറ്റീരിയൽസ്, കണ്ടന്റ്, ക്ലാസ് കണ്ടന്റ് അതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയുമായി റിലേറ്റഡ് ആയ സെയിം ഹെഡിങ് ഉള്ള മെറ്റീരിയൽ വായിച്ചാൽ ആ സബ്ജക്റ്റ് പൂർണ്ണമായും മനസ്സിലാക്കുവാനും എക്സാമിന് ഇതെങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാനും സാധിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ഡിസൈൻ ചെയ്ത് ടൈപ്പ് ചെയ്ത വൃത്തിയിലുള്ള മെറ്റീരിയൽസുകൾ മുഴുവൻ സബ്ജക്റ്റുകളിലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ USP എന്ത്? +1 +2 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ട്യൂഷൻ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരെടുത്ത, അല്ലെങ്കിൽ വളരെ യങ്സ്റ്റേഴ്സ് ആയ ഗ്രാജുവേഷൻ കഴിഞ്ഞ ചെറിയ പയ്യന്മാരെടുത്ത എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള മൊഡ്യൂളുകൾ ഏറ്റവും മിനിമം മാർക്കറ്റിലുള്ളത് 24,000, 35,000, 54,000 ഒക്കെയാണ് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റുകളുടെ പ്രൈസ്. ഐ റിപ്പീറ്റ്, 24,000, 35,000, 54,000 ഒക്കെയാണ് ഈ പ്രോഡക്റ്റുകളുടെ മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ പ്രൈസ് 10,000 ആണ്. അത് 50% ഓഫറിലാണ്. 5,000 പ്ലസ് GST ആണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രൈസ്. ഇനി ചോദ്യം നമ്മളോടാണ്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ആ രീതിയിൽ പൊസിഷൻ ചെയ്യാൻ കഴിയുന്നില്ല? അത് കമ്മ്യൂണിറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് വില കുറഞ്ഞതാണ് എങ്കിൽ അത് ക്വാളിറ്റി കുറഞ്ഞതാണ്. യെസ് ഓർ നോ? അതൊരു സോഷ്യൽ ഫീലിങ്സ് ആണ്. ഞാൻ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ഒരു ഷർട്ട് പീസ് എടുത്തു, തൊട്ടു നോക്കി, അതിന്റെ മീറ്റർ പ്രൈസ് 400 രൂപ. മറ്റൊന്നെടുത്തു, അതിന്റെ മീറ്റർ പ്രൈസ് 1,800 രൂപ. എന്റെ മനസ്സിൽ ഒരു ഫീലിങ്സ് കയറി, ഓ ഇത് അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്, അത് അത്രയും ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളും എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് അത്രയും വലിയ ബ്രാൻഡാണ് എന്ന് മാത്രമാണ്. മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നതിന്റെ മാനദണ്ഡം അതിന്റെ ക്വാളിറ്റി അല്ല, മറിച്ച് അതിന്റെ ബ്രാൻഡാണ്. ഒരു പ്രോഡക്റ്റ് ബ്രാൻഡ് ആവണമെങ്കിൽ, അതല്ലെങ്കിൽ ബ്രാൻഡ് ആക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അത്രയും എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് അത്രയും പണത്തിന് വിറ്റാൽ മാത്രമേ അത് മുതലാകൂ. 54,000 വിറ്റിട്ടും ബൈജൂസ് നിലനിന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എത്ര കോടിയുടെ ബാധ്യതയാണ് ഒരു വിഷയത്തിൽ വരുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡിലൂടെ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡ്? ട്രഡീഷണൽ മെത്തേഡിലാണ് ഒരു ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് കോടികൾ അതിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, തൈലം 5.5 കോടി രൂപയാണ് ഒരു വർഷത്തേക്ക് അതിന്റെ ബ്രാൻഡ് അംബാസഡറായ
മമ്മൂട്ടിക്ക് നൽകുന്ന പേയ്മെന്റ് ഒരു വർഷത്തേക്ക്. കഴിഞ്ഞ 4 വർഷമായിട്ട് തൈലത്തിന്റെ ബ്രാൻഡ് അംബാസഡർ അദ്ദേഹമാണ്. അതിന് അദ്ദേഹം തിരിച്ചു നൽകുന്നത് എന്താ? 2 ദിവസം ആ കമ്പനിക്ക് കൊടുക്കും അദ്ദേഹത്തിന്റെ ഡേറ്റ്. ഒരു ദിവസം വീഡിയോ ഷൂട്ടിംഗ്, മറ്റൊരു ദിവസം ഫോട്ടോ ഷൂട്ടിംഗ്. അതല്ലെങ്കിൽ ഒരു ദിവസം വീഡിയോ പ്ലസ് ഫോട്ടോ ഷൂട്ടിംഗ്, രണ്ടാമത്തെ ദിവസം അവരുടെ ഒരു ഇവന്റിൽ പങ്കെടുക്കും. അതാണ് ഞാൻ അങ്ങനെ കൃത്യമായി പറയുന്നത്. ആഹ് എന്റെ കൂടെ BNIയിലുള്ള ഒരു സുഹൃത്ത് 2 കമ്പനിക്ക് വേണ്ടി, സ്പീക്ക് ഈസി അടക്കമുള്ള കമ്പനികൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഇതേ വർക്ക് ചെയ്തു. എന്റെ സ്റ്റുഡൻസിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹത്തെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇതേ ഇവന്റ് നടത്തി. മെറിഡിയനിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു, ഒരു ദിവസം ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തു. അപ്പൊ ഞാനത് പറഞ്ഞത് എന്തിനാ വെച്ചാല് 5.5 കോടി അതിനുള്ള അദ്ദേഹത്തിന്റെ ചെക്ക് എക്സ്പെൻസ് ആണ്. ആ ഇവന്റ് നടത്തുന്നതിന്റെ എക്സ്പെൻസ് വേറെ. ഇത് നാടറിയണമെങ്കിൽ അത് കോടികൾ ചിലവഴിച്ച് ഹോർഡിങ്സോ ചാനലിലോ ആഡോ എയർപോർട്ട് ആഡോ ഒക്കെ കൊടുക്കണം. അതിന് കോടികൾ വേറെ. ഇത് മുഴുവൻ ആരുടെ കയ്യിൽ നിന്ന് കിട്ടണം? കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടണം. അങ്ങനെ ഒരു സിസ്റ്റം അല്ലാതെ ഉള്ള ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ പേഴ്സണലായി പോയി മീറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുക. അങ്ങനെ ഡയറക്റ്റ് സെല്ല് ആവണമെങ്കിൽ തൈലത്തിന്റെ ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് അത് പോയി പറയുമ്പോൾ, ഓ മമ്മൂട്ടി ചെയ്ത സൈലം ബാക്കി അവർക്കുള്ളിലുണ്ട്. മമ്മൂട്ടിയും എൻട്രൻസ് കോച്ചിങ്ങുമായുള്ള ബന്ധമെന്താ? ഒരു ബന്ധവുമില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും +1 ഓപ്ഷനിൽ കയറിയിരിക്കാത്ത ആളാണ്. മീൻസ് സയൻസ് കയറിയിരിക്കാത്തയാളാണ്. ഒരിക്കൽ പോലും എൻട്രൻസിന്റെ ക്ലാസ് മുറിയിൽ ഇരിക്കാത്തയാളാണ്. ഒരിക്കൽ പോലും എൻട്രൻസ് പഠിപ്പിക്കാത്തയാളാണ്. അദ്ദേഹത്തിന്റെ 2 മക്കൾ, ഒരാള് ഡോക്ടറാണ്, മറ്റേയാള് സയൻസ് ഫീൽഡ് ആയിരുന്നില്ല. എനിവേ എൻട്രൻസുമായി ഒരു ബന്ധവും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ദാറ്റ് ഈസ് ട്രസ്റ്റ്. പബ്ലിക്കിന് അറിയുന്ന ഒരു ഫേസിനെ ആളുകൾ എന്ത് ചെയ്യുന്നു? ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ട്രസ്റ്റ് തന്നെയാണ് നമ്മളും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഓരോ പ്രൊമോട്ടറും ഓരോ ഇൻഡിവിജ്വൽ സെമി ബ്രാൻഡായി മാറണം. ആ സെമി ബ്രാൻഡായി മാറണമെങ്കിൽ നമുക്ക് വേണ്ടത് 3 സ്കില്ലുകളാണ്. നമുക്ക് പ്രസന്റേഷൻ സ്കില്ല് വേണം, നമുക്ക് കൺവിൻസിങ് സ്കില്ല് വേണം, നമുക്ക് ക്ലോസിംഗ് സ്കില്ല് വേണം. പ്രസന്റേഷൻ സ്കില്ലിൽ മനോഹരമായാൽ പോരാ, പറയേണ്ടത് എന്ത് എന്ന് നമ്മൾ പഠിക്കണം. ആ പഠിക്കുന്നതാണ് അവയർനെസ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ച് ഡേ ടു ഡേ നമ്മൾ ഓരോ ആളുകളെ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ സ്വാഭാവികമായും ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ക്ഷമിക്കുവാനുള്ള, പഠിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്ക് നേരത്തെ തുളസീധരൻ സാർ പറയുന്നു, സാൻവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ തന്നെ ഒരാഴ്ച സമയമെടുത്തു എന്നുണ്ട്. കാരണം നമ്മുടെ പേരങ്ങനെയുള്ളതാണ്, നമ്മൾ നൽകുന്ന പ്രോഡക്റ്റ് അങ്ങനെയുള്ളതാണ്, നമ്മൾ കൊടുക്കുന്നത് എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റുകളാണ്. നമുക്കൊരു പക്ഷേ ഇതിന്റെ ബാക്ക് എൻഡ് ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ ബാക്ക് എൻഡ് ധാരണ നമ്മൾ ആദ്യം കണ്ടെത്തുക, പഠിക്കുക. ജീവിതത്തിൽ പഠിക്കുന്നത് ക്ലാസ് മുറികളിൽ ഇരുന്നിട്ടല്ല. ജീവിതത്തിൽ പലതും നമ്മൾ പഠിച്ചതും ക്ലാസ് മുറികളിൽ ഇരുന്നിട്ടല്ല. ക്ലാസ് മുറികളിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കിട്ടിയ പല കാര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ റിയലി അത് പഠിക്കുന്നത്. യെസ്, അതുകൊണ്ട് നമ്മളിത് പഠിക്കാൻ തയ്യാറായാൽ എങ്കിൽ മാത്രമേ നമുക്കിതിൽ കോൺഫിഡൻസ് ഉണ്ടാവൂ. അല്ല എങ്കിൽ നമ്മൾ 5 ആളോട് പ്രസന്റേഷൻ നടത്തുമ്പം 8 ആള് നമ്മളോട് തിരിച്ചു പറയും ഇതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന്. അപ്പൊ നമുക്കും തോന്നും ശരിയാണ്, ഇത് നമുക്കും നേരത്തെ തോന്നിയതാണല്ലോ എന്ന്. എന്തുകൊണ്ട് നേരത്തെ തോന്നി? നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്പേസിൽ കോൺഫിഡൻസ് ഇല്ല. നമ്മൾ നിൽക്കുന്ന സ്പേസിൽ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അവയർനെസ് മാർക്കറ്റിംഗ് നൽകുവാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മൾ സെൽഫ് അവയർ ആവലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനി നമുക്ക് മാട്രിക്സിന്റെ കോഴ്സ് കൂടി നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള കോഴ്സുകൾ ഏകദേശം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോഴ്സുകളുടെ ഓരോന്നിന്റെയും യൂട്യൂബ് ലിങ്ക് നൽകും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, അത് നമ്മൾ പഠിക്കുക, നിരന്തരമായി കേൾക്കുക. ഒരു പ്രസന്റേഷന് പോകുന്നതിന് മുൻപ് 30 മിനിറ്റ് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഈ വീഡിയോസ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു കണ്ടാൽ അവരോട് ഈ വിഷയത്തിൽ എന്തു പറയണമെന്ന് കൃത്യമായ ധാരണ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ അവർക്കൊരിക്കലും അവരത് ആ സമയത്ത് പർച്ചേസ് ചെയ്തോ ഇല്ലേ എന്നല്ല, അത്തരം ഒരു പർച്ചേസിങ്ങിലേക്ക് അവർ പോകുമ്പോൾ നമ്മൾ നൽകിയ പ്രസന്റേഷൻ അവർ ഓർക്കും.
ഞാൻ 2.5 വർഷം മുൻപ് ഒരു വിഷയത്തിൽ ഒരാളോട് നടത്തിയൊരു പ്രസന്റേഷൻ ഉണ്ട്. ഇന്നലെ അദ്ദേഹം മെക്സവന്റെ ഒരു എക്സസൈസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് അങ്ങാടിയിൽ വെച്ച് എന്നെ കണ്ടു. അപ്പം എന്നോട് അന്ന് ഞാൻ നൽകിയ പ്രസന്റേഷനെ കുറിച്ച് ഇന്നലെ അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നന്ന ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, കസ്റ്റമറിന് ആവശ്യമുള്ള സമയത്ത് അവർ നമ്മളെ ഓർക്കാം. നമ്മൾ പല പരസ്യങ്ങളും കണ്ടു. നമ്മൾ ആ സമയത്ത് അത് നോട്ട് ചെയ്തു. പിന്നീട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കത് ഓർമ്മയായി. നമ്മളന്നത് എവിടെയോ സേവ് ചെയ്ത് വെക്കുകയോ മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പിന്നീട് ആ ലിങ്ക് തെരഞ്ഞു നോക്കിയിട്ടുണ്ട്. കാരണം എന്താ? കസ്റ്റമറിന് ആവശ്യമുള്ള സമയത്ത് നമ്മൾ പിന്നീട് അത് ഓർത്തെടുക്കും. കസ്റ്റമറിന് നമ്മൾ പ്രസന്റേഷൻ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ പോയി +1-ന്റെ +2-ന്റെ ഈ മൊഡ്യൂളിനെ കുറിച്ച് സംസാരിച്ചു. അതിനകത്ത് എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിന്റെ മാത്രം കോഴ്സ് ഉണ്ട്. 5000 റുപ്പീസിന്റെ കോഴ്സ് ഉണ്ട്. ഒക്കെ നമ്മൾ പറഞ്ഞു. അവര് പർച്ചേസ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഈ അക്കാദമിക് ഇയർ കഴിഞ്ഞ് എൻട്രൻസ് എഴുതി കിട്ടിയില്ല. ആ കുഞ്ഞ് റിപ്പീറ്റിന് പോകാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ നമ്മൾ കൊടുത്ത പ്രസന്റേഷൻ ഉണ്ടാവാം. ഈ വർഷം നടന്ന പ്രസന്റേഷന്റെ ക്ലോസിംഗ് ചിലപ്പം ലഭിക്കുന്നത് അടുത്ത ജൂണിലാവാം. ഈ 2 മാസം കഴിഞ്ഞിട്ടതല്ല, പിറ്റത്തെ ജൂണിലാവാം. ഇതാണ് ഇതിനകത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്തെ സാധ്യത എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വിജയിച്ച പലരെയും നിങ്ങൾ സംസാരിച്ചു നോക്കൂ. നിങ്ങൾ എങ്ങനെ ഇത്ര ഇതിൽ സക്സസ് ആയി? നിങ്ങൾ അറിയുന്ന ഒരു ടീമിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്താണോ? ഏയ് അങ്ങനെയൊന്നുമല്ല. ഞാനൊരു 5-8 മാസം ക്രൈസിസിലായിരുന്നു. പിന്നെ ഞാൻ അറിയാത്ത 2-3 ആളുകൾ വന്നു. അവരിലൂടെ ഒരു വലിയ ടീം വന്നു. അവരാണ് സത്യത്തിൽ എന്നെ മാറ്റിയത്. അവരാണ് സത്യത്തിൽ എനിക്ക് ഈ വലിയ ടീം വന്നത്. ഇപ്പോൾ എന്റെ ടീമിലുള്ളവരിൽ ഒരു 5% ആളുകൾ പോലും എനിക്ക് നേരത്തെ പരിചയമുള്ളവരായിരുന്നില്ല. അവരെവിടെ നിന്ന് വന്നു? ഒരു സിസ്റ്റത്തിന്റെ പിറകെ നമ്മൾ സഞ്ചരിച്ചാൽ, കൺസിസ്റ്റന്റ് ആയി നമ്മൾ നിന്നാൽ, അത് നിരന്തരമായി നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുത്താൽ അതിന്റെ രൂപം, രീതി മാറുക തന്നെ ചെയ്യും. നിങ്ങൾ ഒഴുകുന്ന പുഴയുടെ നടുവിലുള്ള ഒരു കല്ലും സ്ഥിരമായി വെള്ളമൊഴുകാത്ത ഭാഗത്തുള്ള ഒരു കല്ലും എടുത്തു നോക്കുക. രണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ഷേപ്പായിരുന്നു, പരുപരുത്തതായിരുന്നു. വർഷങ്ങളുടെ ഒഴുക്കിൽപ്പെട്ട് ആ കല്ല് മിനുസമുള്ളതായി മാറി, ഭംഗിയുള്ളതായി മാറി. കാരണം ആ വെള്ളത്തിന്റെ കൂടെ ഒഴുകണമെങ്കിൽ ഞാൻ സ്ക്വയർ ആയാൽ പോരാ, ഉരുണ്ടതാവണം എന്ന് വന്നു. വെള്ളം ഉരുളിയല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളെ ഓരോ വെള്ളത്തിന്റെ ഒഴുക്കിൽ ചെത്തി മിനുക്കി കാലങ്ങൾ കൊണ്ട് അത് ഉരുളൻ കല്ലായി മാറി. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കൂടണമെന്നുണ്ട് എങ്കിൽ അത് ഒഴുകുന്ന വഴികളിലെ കല്ലുകൾ ഉള്ളതായി മാറണമായിരുന്നു. അതുകൊണ്ടാണ് വെള്ളം അതിന്റെ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് ഒഴുക്കിന് ഇപ്പോൾ എനിക്ക് വേഗത്തിൽ ഒഴുകാൻ കഴിഞ്ഞില്ലെങ്കിലും വരും കാലങ്ങളിൽ അതിവേഗം എനിക്ക് ഒഴുകാൻ കഴിയണമെന്നുണ്ട് എങ്കിൽ ഞാൻ ഒഴുകുന്ന വെള്ളക്കെട്ടുകളുടെ മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്ന വലിയ പാറക്കെട്ടുകളെ മിനുസമുള്ളതാക്കി മാറ്റി, ഉരുളിച്ചയുള്ളതാക്കി മാറ്റി അതിനെ കൊണ്ടൊഴുകിയാൽ മാത്രമേ എന്റെ ഒഴുക്ക് സാധ്യമാകൂ എന്ന ബോധ്യമാണ് വെള്ളക്കെട്ടുകൾ എടുക്കുന്നവർക്ക്. അതുതന്നെയാണ് കമ്പനിയുടെ ടാർഗറ്റും. കൂടെ നിൽക്കുന്നവർ ഉരുളാൻ പാകത്തിൽ നമ്മൾ പാകപ്പെട്ടു വരിക എന്നത് തന്നെയാണ്. ലോകത്തിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ കാണുന്നുണ്ടാകും. ആ വിപ്ലവങ്ങളുടെ ഒക്കെ തുടക്കം ചക്രം കണ്ടുപിടിച്ചതോടുകൂടിയാണ്. ഇന്നത്തെ കാലത്തിന് നമ്മൾ പറയുന്ന പേര് വേഗതയുടെ കാലം എന്നതാണ്. വേഗതയുടെ കാലത്തിന്റെ ആദ്യത്തെ മാനദണ്ഡം ലോകത്ത് ചക്രം കണ്ടുപിടിച്ചതാണ്. ആ ചക്രം കണ്ടുപിടിച്ചതോടു കൂടിയാണ് മൃഗങ്ങളെ മാറ്റി വാഹനങ്ങൾക്ക് മരത്തിന്റെ ചക്രങ്ങൾ കൊണ്ടുവന്നത്. പിന്നെയാണ് അത് റബ്ബറിലേക്ക് മാറിയത്. ഇന്ന് ലോകത്തിന്റെ അതിവേഗത നമ്മൾ കാണുന്നത് ഈ ചക്രത്തിന്റെ പ്രയാണങ്ങളിലൂടെയാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നമുക്ക് അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നത് വിമാനത്തിൽ പോലും പറക്കുമ്പോൾ വിമാനം മാനദണ്ഡമാക്കുന്നത് ആ ചക്രങ്ങളെ തന്നെയാണ്. ആ ഉരുളാൻ പാകമായ അതിവേഗതയിൽ സഞ്ചരിക്കാൻ പാകമാവുന്ന തരത്തിലേക്ക് ഒരു സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഒഴുക്കിൽ നമ്മളും പരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആക്ച്വലി ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ. താങ്ക് യു ഓൾ.